പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് പ്രഭാതത്തിൽ തന്നെ വില കൊടുത്ത് എഴുന്നേറ്റ് ഉണർന്ന് ഈ വചനം ശ്രവിക്കുവാൻ നിങ്ങളുടെ തീക്ഷണതയ്ക്ക് മുന്നിൽ ദൈവം അനുഗ്രഹം തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടെ അച്ഛൻ ഓർപ്പിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹം തുറക്കപ്പെടുന്നു, ഒപ്പം ഇരട്ടി അനുഗ്രഹം കിട്ടുവാൻ ലഭിക്കാൻ ഒരു കാര്യം കൂടി അച്ഛൻ പറയാം. ഈ വചനം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അവരും കേൾക്കും, അപ്പോൾ അവരും അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ ഈ ദിവസം മുഴുവൻ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ വലയത്തിലായി നിങ്ങളുടെ കുടുംബാംഗങ്ങളും ആയിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ വചനജാല ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സക്കേവസിനെ കുറിച്ചാണ്. സക്കേവസ് അനുഗ്രഹം പ്രാപിച്ചു. സക്കേവസ് അനുഗ്രഹം പ്രാപിച്ചപ്പോൾ അവനിലൂടെ അവൻ്റെ കുടുംബം അനുഗ്രഹം പ്രാപിച്ചു. ലൂക്കായുടെ സുവിശേഷം 19-9 യേശു സക്കേവസിന് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവന് രക്ഷ പ്രാപിച്ചു, അവൻ രക്ഷ ലഭിച്ചു. അത് മാത്രമല്ല, അവനിലൂടെ അവൻ്റെ കുടുംബം മുഴുവനുമായും രക്ഷ പ്രാപിച്ചു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അവൻ അനുഗ്രഹം പ്രാപിക്കുവാൻ, അവനിലൂടെ അവൻ്റെ കുടുംബാനുഗ്രഹം പ്രാപിക്കുവാൻ സക്കേവസിൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സക്കേവസ് ചെയ്യുന്നുണ്ട്. അവൻ ചെയ്ത കാര്യം എന്താണത്? അനീതിപരമായ എന്തെങ്കിലും വക ഞാൻ സ്വന്തമാക്കിയെങ്കിൽ തിരിച്ചു കൊടുക്കുന്നു, 1.4 ഇരട്ടിയായിട്ട്. വീണ്ടും മാനസാന്തത്തിൻ്റെ ഒരവസ്ഥ സ്വന്തമാക്കിയ സക്കേവസ് എന്താ പറഞ്ഞത്? എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ, കൃപ സ്വീകരിക്കുവാൻ, ഈ വിശുദ്ധി നേടുവാൻ, ദൈവസന്നിധി നീതി ചെയ്യുവാൻ ഞാൻ എന്തെല്ലാം ചെയ്യണമെന്ന് ആലോചിക്കണം. എന്നിട്ട് നീ ചെയ്യുമ്പോൾ സക്കേവസിനെ നോക്കി പറഞ്ഞ അതേ ദൈവം ഈ ദിവസം നിന്നെ നോക്കി പറയും, അപ്പോൾ നീ നിമിത്തമായിട്ട് നിൻ്റെ കുടുംബത്തിലെല്ലാവരും അനുഗ്രഹം പ്രാപിക്കും. ഏതെല്ലാം ബന്ധനമാണോ, തകർച്ചയാണോ, അടിമത്തമാണോ, ആസക്തിയാണോ, എന്തുമായിക്കൊള്ളട്ടെ, നീ ഒന്ന് തമ്പുരാനിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിനക്ക് പറയാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഒരു കാര്യം കൂടി അച്ഛൻ പങ്കുവെക്കുക ഈ ദിവസം. അതായത് പ്രിയമുള്ളവരെ, എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. സക്കേവസ് ഈശോയെ ഒന്ന് കാണാൻ മാത്രം ആഗ്രഹിച്ചല്ലേ. പൊക്കം കുറവായതിനാൽ സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആര് കണ്ടു? ഈശോ കണ്ടു. അതുകൊണ്ടാണ് സക്കേവസിൻ്റെ അടുത്തെത്തിയപ്പോൾ, മരച്ചോട്ടിലെത്തിയപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, സക്കേവസ് ഇറങ്ങി വാ, ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. എന്തൊരു ദൈവത്തിൻ്റെ കരുതലാണല്ലേ. ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. യേശു ആരെന്ന് അറിയാവുന്ന സക്കേവസ്, താൻ ആരെന്ന് അറിയാവുന്ന പാപകരമായ ജീവിതം നയിക്കുന്ന തൻ്റെ അടുത്തേക്ക് തമ്പുരാൻ വരുമെന്ന് സക്കേവസ് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. പക്ഷേ ഇവിടുത്തെ സത്യമുണ്ട്. സങ്കീർത്തനം 49:7 പറയുന്ന പോലെ, തന്നെ തന്നെ വീണ്ടെടുക്കുവാനോ സ്വന്തം ജീവൻ്റെ വില ദൈവത്തിന് കൊടുക്കാൻ ആർക്കും കഴിയുകയില്ല. അതായത് എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ പറ്റില്ല, എൻ്റെ ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അങ്ങനെ എൻ്റെ ദൈവത്താൽ രക്ഷിക്കപ്പെടുമ്പോൾ എൻ്റെ രക്ഷ നിമിത്തമായിട്ട് എൻ്റെ കുടുംബാംഗങ്ങളും ഞാനുമായി ബന്ധപ്പെട്ട സമസ്ത മേഖല അനുഗ്രഹം ഭാവിക്കും. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, അച്ഛൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹം പ്രാപിച്ച വ്യക്തിയായി നീ ഇന്ന് മാറുവാൻ ദൈവം നിനക്ക് അവസരമൊരുക്കും. നീ അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ നിൻ്റെ ഭവനമല്ല, നീയുമായി ബന്ധപ്പെട്ട എല്ലാവരും അനുഗ്രഹം പ്രാപിക്കും. പ്രിയമുള്ളവരെ, ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാ ശക്തി കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യാമറിയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ സമാപന ആശീർവാദം തരാം. നമ്മുടെ കർത്താവായി ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.